വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ ഉമ്മച്ചിയുടെ ഇത്താടെയും കല്യാണ ആൽബം, പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്കൂഷീസും കാണിച്ചു തരും. അതുകൊണ്ട് ഞാൻ ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് വീഡിയോയിലായിടും. ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. സ്കൂഷിയും ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണമൊക്കെ ഞാൻ അതിൽ രേഖപ്പെടുത്തിയേക്കും. അപ്പം നേരെ വീഡിയോ പോകാം. അപ്പോഴും ഫസ്റ്റ് നമുക്ക് ചെറുതി തോന്നുന്നു. എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയാണ്. ഹാഷിം പാപ്പ എന്ന് ഞാൻ വിളിക്കും. ഇത് ഹാഷിം പാപ്പ എന്ന് ഞാൻ വിളിക്കും. സിബ എന്ന് വിളിക്കും. ഇത് ക്ലിയർ പേപ്പറാണ്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, പക്ഷെ ഇത് ഇവിടെ ക്ലിയർ ആണ്. ശരിക്കുള്ളത് ഇത് അവര് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ അപ്പം ചെറുതായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ വാപ്പിച്ചി, ഉമ്മി, മൂത്താപ്പ, എൻ്റെ ഉമ്മച്ചിയുടെ ഇത്താണ്, ഇത്താടെ ഹസ്ബൻഡ്, ഇത് എൻ്റെ ഉമ്മയുടെ ഉമ്മ, സിബ, എൻ്റെ ഇക്കാക്ക, പിന്നെ ഞാനിവിടെ ഉണ്ട്. ചെറിയ ഐക്കാണ്. ഇതെൻ്റെ ഉമ്മയുടെ ഇത്താടെ ഇളയ മോനാണ്. മൂത്ത മോനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൂത്ത മോന്. ആമിർ എന്നാണ് ഇതിൻ്റെ പേര്. ആമിർ. ഞാൻ ഫൈക്കാക്കാന്ന് വിളിക്കും. അടുത്ത പേജ് എടുക്കാം. ഇതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ് കേട്ടോ. ബന്ധുക്കൾ. അതുപോലെ ബ്രൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ദ ബ്രൈഡ്. സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് നമുക്ക് എടുക്കാം. ഇതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ്. അടുത്ത പേജ് എടുക്കാം. ഇത് ഞങ്ങളുടെ ബന്ധുക്കളാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നു. ഇതിലുണ്ടോ നോക്കട്ടെ. ഇല്ല കേസില്ല. പേജ് കിട്ടാ ഇല്ല അല്ലേ. ഇതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ്. ഞങ്ങളുടെ ഒരു സിംഗിൾ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് സിംഗിൾ ഫോട്ടോ. സ്നോ ഒക്കെ അടിച്ചിട്ട് എന്നെ നോക്കുക. എൻ്റെ മേത്ത് നിറച്ച് സ്നോ ആയി. സ്നോ ഇത് കണ്ടോ. സിംഗിൾ ഫോട്ടോ ആണ്. നല്ല ഭംഗിയുണ്ട്. അയ്യോ, അപ്പം മറ്റേ ഫോട്ടോ ഇവിടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാണുന്നില്ല. ആ, കിട്ടി ഗൈസ്. എൻ്റെ വാപ്പിച്ചിയുടെ അനിയത്തി കണ്ടോ. വാപ്പിച്ചിയുടെ അനിയത്തിയുടെ മോള് ഉണ്ടാപ്പിയായി ഗൈസ്. ഇപ്പം അങ്ങനെ നല്ല ലുങ്കോലിയാണ്. ഞാൻ കാണിച്ചിട്ടില്ലേ. ഷോർട്ട്സും കുറേ ഇട്ടിട്ടുണ്ട്. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോൾ അവൾ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം. ഒക്കെ കഴിഞ്ഞ നമ്മൾ ഞാൻ അതെ മൊബൈൽ നോക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മുഖം പകുതിയാക്കി ഞാൻ ഇവിടെ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട്. അടുത്ത പേജിൽ നിൽക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ മൊബൈൽ നോക്കിയിരിക്കുന്നത്. ഇവരൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വേറെ ഡ്രസ്സാണ് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ വേറെ ഇതായിരുന്നു. ഇപ്പം ഞാൻ വേറെ കാണിച്ചേക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഒരു തരുന്നു. നേരത്തെ ഇങ്ങനെ തരുന്നു. ഇപ്പോഴത്തെ നല്ലൊരു ഗോൾഡൻ കളറാണ്. നല്ല കുറേ പൂവുള്ള കൊണ്ട് വ്യത്യാസമുണ്ട്. ഞാൻ മൊബൈൽ നോക്കിയിരിക്കണ്ടേ. ആമരയുടെ നിന്ന് കരയുന്നു. ഫോട്ടോ എടുക്കാൻ എന്നെ വാപ്പിച്ച് എന്നെ എടുത്തോണ്ട് വെക്കുന്നു. ഇത് സിബയുടെ മുറിയുടെ വാതിലാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഫോട്ടോസാണ്. ഇതാണ് ചേട്ടൻ.
ഹാഷിം പാപ്പ എന്ന് ഞാൻ വിളിക്കും. പാപ്പ. ഞാൻ ഫൈക്കാക്ക് ബൊക്ക കൊടുക്കണം. ഞാൻ വാപ്പിച്ചിയുടെ കയ്യിൽ ഫൈക്കാക്ക് ബൊക്ക കൊടുത്ത് ഫൈക്കാക്ക് ഷെയ്ക്കാൻഡും കൊടുത്ത് ആമർ ഷെയ്ക്കാൻ്റെ അടുത്ത് മൂത്താപ്പ ഷെയ്ക്കാൻ്റെ അടുത്ത് എൻ്റെ ഇക്കാക്ക് ഷെയ്ക്കാൻ്റെ അടുത്ത് എന്നെ കണ്ടു ഗൈസ്. ഞാൻ ചെയ്യണുണ്ട്. ഞാൻ ഇതാരത് പാപ്പിച്ചി ഇതാരത് നോക്കിക്കന്നെ. പാപ്പച്ചി അവിടെ കിണിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ചെറുക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഇതാണ് ചെറുക്കൻ്റെ വീട്ടുകാർ. ഡ്രസ് കോഡ്, ആണുങ്ങൾ ഡ്രസ് കോഡാണ് ഇവിടെ. പെണ്ണുങ്ങൾ ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്. എൻ്റെ ഡ്രസ്സ് തന്നെ. എൻ്റെ ഉമ്മയാണോ? എൻ്റെ ഉമ്മയും മൂത്തു. പിന്നെ ഞാനവിടെ ഇതിന് എനിക്ക് അതെ ഞാൻ ഡ്രസ് കോഡ്. അവർ രണ്ടുപേരുള്ള സിംഗിൾ ഫോട്ടോ. ഒക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ്. ഇത് നല്ല സിൽക്കി ആയിട്ടുള്ളതാണ്. ഇത് ഇറങ്ങാനാണ്. ഭക്ഷണമൊക്കെ കഴിക്കാനിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോവാൻ എല്ലാവരോടും യാത്ര പറയാണ്. റെസീബ് കിടന്ന് കരിയുന്നുണ്ട്. ക്ലിയർ ഇല്ലെങ്കിൽ പറയട്ടോ. ഓക്കെ, ഇത് കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ. ഇത് വീട്ടിൽ കയറാണ്. ഇതവരെ വീട്. ക്ലിയർ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതായത് വീട്ടിൽ കയറുന്ന സീൻ. ഇത് വീട്ടിൽ ചെക്കൻ്റെ ഉമ്മയും വാപ്പയും ഇത് മധുരം കൊടുക്കുന്നു. അതെ ഇവർ രണ്ടുപേരുള്ള ഫോട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു റിസപ്ഷനുണ്ട്. റിസപ്ഷനാണ് കേട്ടോ. ആണെന്ന് തോന്നുന്നു. ആ റിസപ്ഷനാണ്. ഇത് നല്ലൊരു ഗ്ലോയിങ് ആണോ. ഇവർ ഡ്രസ്സ് മാറി ഗ്രീൻ എടുത്തിട്ടോ. അപ്പോഴും ഞങ്ങൾ ഡ്രസ്സ് മാറി തന്നെ. എൻ്റെ ഡ്രസ്സ് മാറി. ഞാനും ഗേൾസൊക്കെ ഒരു ഡ്രസ് കോഡ്, ബോയ്സൊക്കെ ഒരു ഡ്രസ് കോഡ്. പക്ഷേ വാപ്പച്ചിക്ക് മൂത്തപ്പാക്കൊന്നും ടൈ ഇല്ല. കണ്ടോ, പിള്ളേർക്ക് മാത്രം ടൈ ഉള്ളൂ. ഇവർക്ക് ടൈ ഇല്ല. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഉണ്ട്. ഇവിടെ താഴെ ഇരിക്കുന്നതാണ് ഫസ്റ്റ് കാണിച്ചത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതെൻ്റെ ഇക്കാക്ക ഐഷ. അല്ല, ഇവിടെ മൂത്തു സീബ നെയ്ഷടുമ കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ ഉമ്മി, ഞാൻ, വാപ്പിച്ചി കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. എല്ലാവരും കൂടി ഫാമിലീസ്. ഇതെൻ്റെ ഫാമിലി, മൂത്തൂടെ ഫാമിലി. അവരുള്ള സിംഗിൾ ഫോട്ടോ. എൻ്റെ ഉമ്മയും വാപ്പിച്ചും മൂത്തും ഇതൊക്കെ അവസാനത്തെ ഫോട്ടോ. അയ്യോ, ഇരുന്നിരുന്ന കാലല്ല കഴുത്ത്. നമുക്ക് സ്റ്റാൻഡിൽ വെക്കാം കേട്ടോ. സ്റ്റാൻഡ് അത് സ്റ്റാൻഡിൽ വെക്കാണ്. ആരൊന്നും വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഞാൻ വേറെ വീഡിയോ എടുക്കാണ്. ഇപ്പൊ ഞാൻ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. സ്കുഷീസ് കാണിച്ചു തരണം കേട്ടോ. സ്കുഷീസ് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഓരോരോ വീഡിയോ ഇടാണ് കേട്ടോ ഞാൻ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്കുഷി വേറെ ഇതിൽ, ഇവരുടെ വേറെ ആൽബം വേറെ ഇതിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.